തുടർന്ന് നിരവധി പെൺകുട്ടികൾ പരാതിയുമായി രംഗത്തെത്തി. ഇടപ്പള്ളിയിൽ പെൺകുട്ടികൾക്കായി സന്തോഷ് മാധവ് ഒരു അനാഥാലയം നടത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഇവിടത്തെ പെൺകുട്ടികളുടെ സംരക്ഷകനായി ചമഞ്ഞു നടന്ന സ്വാമി ഇവരെ പലർക്കും കാഴ്ചവെച്ചു. സന്തോഷ് മാധവ് അറസ്റ്റിലായതോടെ തങ്ങൾ അനുഭവിച്ച പീഡന കഥകൾ പെൺകുട്ടികൾ പുറം ലോകത്തെ അറിയിച്ചു. സാധാരണ ഇവര് ഫൈനാൻഷ്യൽ സ്പോൺസറായിട്ടാണ് സ്വാമി ഈ കുട്ടികളുടെ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ഫൈനാൻഷ്യൽ സ്പോൺസറായിട്ട് അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം സ്പോൺസർ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിലായിരുന്നു ഏർപ്പെടുന്നത്. ഇങ്ങനത്തെ 7-8 പെൺകുട്ടികളെ ഈ രീതിയിൽ തന്നെ വശീകരിച്ച് റേപ്പ് ചെയ്തതായി വിവരമുണ്ട്. അതും ചെറിയ ചെറിയ പെൺകുട്ടികൾ, 15 ഇയേഴ്സിന് മൈനറായ പെൺകുട്ടികളെ. അപ്പോൾ ആ കേസ് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വരുന്ന ദിവസങ്ങൾ അന്വേഷിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാക്കി. ഇപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ ഫിലിംസും ഉണ്ടാക്കിയെന്നാണ് നമ്മുടെ വിവരം. അമൃത ചൈതന്യയുടെ താന്ത്രിക കർമ്മങ്ങളെല്ലാം തന്നെ ലൈംഗികതയുമായി ബന്ധമുള്ളവയായിരുന്നു. ഇതിൽ പ്രധാനം കന്യകമാർക്കായി നടത്തിയിരുന്ന ശാന്തി പൂജയായിരുന്നു. ഇഷ്ടദൈവത്തിന്റെ ചിത്രത്തിനു മുന്നിൽ പെൺകുട്ടികളെ പൂർണ്ണ നഗ്നകളാക്കി വിശ്രമിക്കാൻ അനുവദിക്കും. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ പൂജയിൽ മന്ത്രോച്ചാരണങ്ങളുമായി സ്വാമിയും ഒപ്പമുണ്ടാകും. പൂജയ്ക്കൊടുവിൽ മയങ്ങി വീഴുന്ന പെൺകുട്ടികളെ പലപ്പോഴും സ്വാമി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. ഇത്തരം ആഭാസകരമായ പൂജകൾക്കായി ചലച്ചിത്ര നടികൾ ഉൾപ്പെടെ സമൂഹത്തിലെ ഉന്നതർ പലരും ഇവിടെ വന്നുപോയി. അനവധി ആളുകൾ വരാറുണ്ട്. സിനിമാക്കാർ വരാറുണ്ട്, രാഷ്ട്രീയക്കാർ വരാറുണ്ട്. അവർക്ക് കാരണം കൂടുതൽ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നവർക്ക് ഇതറിയാൻ താല്പര്യമുണ്ടാവും. ഏറ്റവും ഉന്നതന്മാരായിട്ടുള്ള പലരുമായിട്ടും എനിക്ക് ബന്ധപ്പെട്ടു. ലൈംഗിക കുറ്റത്തെക്കുറിച്ച് പോലീസിനോട് സമ്മതിച്ച സന്തോഷ് മാധവ് പക്ഷേ സമൂഹത്തിലെ ഉന്നതരിൽ പലരുമായും തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചു. കോടികളുടെ ഹവാല ഇടപാടുകളിലും സെക്സ് റാക്കറ്റിലും അമൃത ചൈതന്യയ്ക്ക് ബന്ധമുള്ളതായി സൂചനകൾ ലഭിച്ചിട്ടും ആ വഴിക്ക് അന്വേഷണം നീക്കാനോ ശാന്തിതീരവുമായി ബന്ധമുള്ള ഉന്നതരെ കൊടുക്കാനോ പോലീസിനാവുന്നില്ല. കട്ടപ്പനയിലെ തൊഴിൽ രഹിതനായ ഒരു യുവാവ് ശാന്തി പഠിക്കാൻ പോയി 10 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് കോടീശ്വരനായത്? നിരവധി തവണ ഇയാളെ വിദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ആരൊക്കെ? ഏതാണ്ട് ഇപ്പോൾ എന്തായാലും ഒരു 6 വർഷം മുമ്പാണ്. 6 വർഷമായിട്ടുണ്ട് ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ അത് പോകുന്നത് നമ്മൾ ഒരു വിസിറ്റ് വിസയിലാണ് പോകുന്നത്. അതിനകത്ത് ഏറ്റവും ഈ പറയുന്നതിൽ രസകരമായ കാര്യം, ഒരു സാമ്പത്തിക തിരിമറിയോ ഒരു ബിസിനസ്സോ നമ്മൾ വിദേശത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വിസ വേണം. ഞാൻ പല രാജ്യങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു വിസയിൽ പോവുകയോ ഒരു ജോലി ചെയ്യുകയോ ചെയ്തിട്ടില്ല. ചില പത്രങ്ങൾ എഴുതി കണ്ടു അവിടെ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു, അതിനുശേഷം ഒരു തട്ടിപ്പുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഞാൻ എഴുതി കണ്ടു. അപ്പോൾ അതിനുശേഷം അവിടെ നമ്മൾ പല പ്രാവശ്യം പോയിട്ട് പോകുന്നതെല്ലാം ഒരു പ്രാവശ്യത്തേക്ക് പോകും, മറ്റൊന്നിനുമല്ല പൂജകളും ജ്യോതിഷ കാര്യങ്ങൾക്കും. 1 മാസം ചിലപ്പോൾ നിൽക്കും, ഇല്ലെങ്കിൽ 2 മാസം നിൽക്കും. ഇങ്ങനെ നമ്മൾ പോയി വരാറുണ്ട് പല രാജ്യങ്ങളിലും. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയില്ല. ഈ ഹോട്ടൽ ബിസിനസിന്റെ കാര്യം അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും കാശ് അയാൾ മേടിച്ചിട്ടില്ലെന്നാ വേറെ ഒരു അറബി ഉണ്ടായിരുന്നു. ആ അറബി മേടിച്ചുകൊണ്ട് പോയതാ സാധ്യത എന്ന് അയാൾ പറഞ്ഞു. അയാൾക്കൊരു 75,000 ദിറംസേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കുറേ കാര്യങ്ങൾ സർവീസസ് അങ്ങോട്ട് കൊടുത്തു, കുറേ സാധനങ്ങൾ വിറ്റു, കുറേ മോതിരങ്ങളും മറ്റേ രത്നങ്ങളും ഒക്കെ വിറ്റു. അതിൻ്റെ പ്രതിഫലമായിട്ട് 75,000 ദിറംസ് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ബാക്കി ഹോട്ടൽ ബിസിനസ്സിൽ വേറെ ഒരു അറബിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ അറബി എടുത്ത് അയക്കുമെന്ന അദ്ദേഹത്തിന്റെ വാദം. ശാന്തി തീരത്തിൽ ഓഹരിയുണ്ട് എന്ന് പറയുന്ന വിദേശ മലയാളികൾ ഒരു ലക്ഷ്യവുമില്ലാതെ ലക്ഷങ്ങൾ വലിച്ചെറിയുകയായിരുന്നു. സന്തോഷ് മാധവിന്റെ മാനേജർ എന്ന നിലയിൽ അധപ്പതിച്ച സാം ക്രിസ്റ്റി എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഈ കച്ചവടത്തിൽ എത്രയായിരുന്നു ലാഭം? തിരശീലയ്ക്ക് പിന്നിലിരുന്ന് വിറയ്ക്കുന്ന ഉന്നതരിൽ ആരുടെ നേർക്കും എന്തുകൊണ്ടാണ് അന്വേഷണം നീളാത്തത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. അതേസമയം താൻ ലാഭത്തിനു വേണ്ടി നടത്തിയ ബിസിനസ് തന്നെയായിരുന്നു ആത്മീയതയെന്ന് സന്തോഷ് മാധവ് അറസ്റ്റിന് മുമ്പ് സമ്മതിക്കുന്നുമുണ്ട്. എല്ലാ ചെറുപ്പക്കാരും എല്ലാ ആളുകളും ലോകത്തിലുള്ള പല കാര്യങ്ങളും അറിയാൻ വേണ്ടി ചെലവഴിക്കുന്ന സമയം ഞാൻ എൻ്റെ കാര്യങ്ങളിരുന്ന് ആലോചിക്കും. രാവിലെ എഴുന്നേറ്റ് ആ ബിസിനസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ നമ്മുടെ ലാഭം എന്താണ്, അത് നമുക്ക് അനുകൂലമായി വരുമോ, ഇങ്ങനെ ചിന്തിച്ച് ആര് പ്രവൃത്തി എടുത്താലും അവർക്ക് പണം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ സന്യാസ ദീക്ഷ സ്വീകരിക്കുമ്പോൾ മന്ത്രം എന്ന് പറയുന്ന മന്ത്ര ചൈതന്യം ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾക്കൊരു പുതിയ ശരീരം ഉണ്ടാവുന്നു എന്നാണ് മന്ത്രശാസ്ത്രം പറയുന്നത്. അപ്പോൾ എൻ്റെ
ഫോളോവേഴ്സ് ആയിട്ടുള്ളത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. സന്തോഷ് മാധവ് കുറ്റക്കാരനല്ലെന്ന് ഇപ്പോഴും കരുതുന്ന ഒരാളുണ്ട്. ആഡംബരത്തിന്റെ അവസാന വാക്കെന്ന പോലെ അത്യാർഭാടപൂർവ്വം നടത്തിയ കല്യാണത്തിലൂടെ സന്തോഷിന്റെ ഭാര്യയായ സ്വപ്ന, സാധു കുടുംബാംഗമായിരുന്ന സ്വപ്നയ്ക്ക് താൻ കണ്ട സ്വപ്നങ്ങളൊക്കെയും പെട്ടെന്ന് അവസാനിച്ചു എന്ന് കരുതാനാവുന്നില്ല. നമ്മളാൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള നല്ല ധൈര്യമുണ്ട്, ഉറപ്പുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആരോപണങ്ങളൊക്കെ പറയുന്നതൊക്കെ തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ രീതിയിലൊക്കെ നമ്മളുടെ അടുത്തൊക്കെ പെരുമാറുന്നതൊക്കെ നല്ല രീതിയിലൊക്കെ പെരുമാറിയിട്ടുള്ളൂ. ഞാൻ ഇദ്ദേഹത്തിനൊപ്പം തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ജീവിക്കാൻ. അത് ഇപ്പോഴും ഞാൻ അങ്ങനെ പറയുള്ളൂ, ഞാൻ ജീവിക്കണമെങ്കിൽ ഇയാളുടെ ഒപ്പേ ജീവിക്കുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. നിത്യ പട്ടിണിക്കാരായിരുന്ന സന്തോഷിന്റെ മാതാപിതാക്കൾക്കും ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. പലരുടെയും പേരിൽ വീടിന് പരിസരത്തും അയാൾ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിരുന്നു. ഇതൊക്കെയും കപട വഴികളിലൂടെ ആയിരുന്നു എന്ന് വ്യക്തമാകുമ്പോഴും എല്ലാ മാതാപിതാക്കളെയും പോലെ തങ്ങളുടെ മകനും നിരപരാധിയാണെന്ന് പറയാനേ ഇവർക്കും കഴിയുന്നുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല, എല്ലാം കള്ള. അവർ പറയുന്ന പേപ്പറിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ട് അതെല്ലാം കേട്ട് മടുത്തൻ. ചങ്കിന് വേദന, ശ്വാസം പോലും പോകുന്നില്ല.